ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും മഹാത്മ്യം പറയുന്ന ഒരു ഭാഗമാണ്. ഭഗവാൻ കുരുപാണ്ഡവ യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട്, ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്ന ഒരു പർവമാണ് ഈ ഉദ്യോഗപർവം. സന്ധി സംഭാഷണത്തിന് വേണ്ടി ഭഗവാൻ കൗരവന്മാരുടെ ഹസ്തനപുരിയിലേക്ക് യാത്ര ചെയ്തു. പാണ്ഡവന്മാരുടെ മനസ്സെന്താണ് എന്ന് അറിഞ്ഞ ശേഷം അവർ എല്ലാ തരത്തിലും സന്ധിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ എന്ന വണ്ണം ഭഗവാൻ ആ കൗരവ സഭയിലേക്ക് ദൂതുമായിട്ട് പോവുകയാണെങ്കിലും ഭഗവാന്റെ മനസ്സിൽ ഓരോ നിമിഷവും യുദ്ധം നടക്കണം, പാഞ്ചാലിയുടെ അപമാനത്തിന് പ്രതികാരം ഉണ്ടാകണം, അതുപോലെ പാണ്ഡവന്മാർക്ക് അവർക്ക് അർഹതയുള്ള മുഴുവൻ രാജ്യവും തിരിച്ച് നേടിക്കൊടുക്കണം. അതിന് ദുര്യോധനൻ തടസ്സമാണ്, ദുര്യോധനൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ദുര്യോധനാദികളെ യുദ്ധത്തിൽ കൊന്നിട്ട് തന്നെ ധർമ്മത്തിന്റെ പക്ഷം വിജയിക്കണം എന്ന കാര്യത്തിൽ ഭഗവാന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഈ ദൂതിന് പുറപ്പെട്ടത്. മൃഗസ്ഥലി എന്ന സ്ഥലത്ത് വെച്ച് ഭഗവാനെ അവിടെയുള്ള സാധാരണക്കാരായ ഗ്രാമീണരും അതുപോലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ചെന്ന് സ്വീകരിക്കുകയും ഭഗവാന് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് രാത്രി അവിടെ തങ്ങിയ ശേഷം രാവിലെ എഴുന്നേറ്റ് ഭഗവാൻ ആഹ്നികം രാവിലെ പ്രഭാതത്തിൽ ചെയ്യേണ്ടതായ പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച് മൃഗസ്ഥലയിൽ നിന്ന് ഭഗവാൻ ആ ബ്രാഹ്മണരോട് അനുവാദം വാങ്ങി നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള നാട്ടുകാരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാനെ കാത്ത് ധൃതരാഷ്ട്രൻ തൻ്റെ സഭയിരിക്കുന്നു. ദുര്യോധനൻ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ, ഭീഷ്മർ, ദ്രോണര്, കൃപര് മുതലായ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി ഭഗവാനെ മാർഗമധ്യ വഴിയിലേക്ക് അങ്ങോട്ട് ചെന്ന് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടു. തേരിൽ ആണ് പുറപ്പെട്ടത്. അതുപോലെ പൗരന്മാർ, നാനാജാതിക്കാരായ പൗരന്മാരും അവരെ പിന്തുടർന്ന് പോയി. കുറേ പേർ തേരിൽ, കുറേ പേർ കുതിരപ്പുറത്ത്, ആനപ്പുറത്ത്, ചില ആളുകൾ കാൽനടയായിട്ടും ചെന്നു. അങ്ങനെ എല്ലാവരാലും ചുറ്റപ്പെട്ട് ഒരു വലിയ പുരുഷാരം ഭഗവാന് ചുറ്റുമുണ്ടായി. ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി ആ പൗരാവലി മുഴുവനും അവിടെ വന്നു ചേർന്നു. അവരാൽ ആവൃതനായിട്ട് ഭഗവാൻ ആ ഹസ്തനപുരി നഗരത്തിലേക്ക് പ്രവേശിച്ചു. നഗരമാകെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന് സഞ്ചരിക്കേണ്ടതായ രാജമാർഗം രത്നങ്ങൾ പതിച്ച് അതിനെ സുന്ദരമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ മഹാത്മ്യം ധൃതരാഷ്ട്രക്ക്, ഭീഷ്മർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഭഗവാൻ വരുന്നതിന്റെ കാര്യവും അറിയാം. അവിടെ വ്യാസൻ പറയുന്നു, നചകശ്ചിത് ഗൃഹേ രാജസ്തദാസീത് ഭരതഋഷഭ നസ്ത്രേ നവർദ്ധോ നശശുർ വാസുദേവ ദിദൃക്ഷയാൻ. ആ സമയത്ത് ഹസ്തനാപുരിയിൽ ഒരു വീട്ടിലും ഒരു ഭവനത്തിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. വൃദ്ധന്മാരും സ്ത്രീകളും കുട്ടികളും ആരും ഉണ്ടായിരുന്നില്ല, വീടുകളിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വാസുദേവ ദിദൃക്ഷയ, വാസുദേവനായ ശ്രീകൃഷ്ണനെ കാണാനുള്ള കൗതുകത്തോടു കൂടി അവരെല്ലാവരും നഗരിയിലേക്ക് അവരുടെ രാജമാർഗത്തിലൂടെ ഭഗവാൻ വരുമ്പോൾ വീട് വിട്ട് എല്ലാ ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾ ആ രാജമാർഗത്തിൽ രണ്ട് ഭാഗത്തുമായി തിങ്ങിക്കൂടി രാജമാർഗത്തിൽ നിന്നുകൊണ്ട് അവർ ഭഗവാനെ സ്തുതി ചെയ്തു. ഓരോ ഭവനങ്ങളിൽ സ്ത്രീകൾ തടിച്ചുകൂടുകയും അതിൻ്റെ മട്ടുപാവിലും അതിൻ്റെ പല ബഹുനില കെട്ടിടങ്ങളിൽ കയറി നിന്നിട്ട് ആ കെട്ടിടങ്ങളൊക്കെ തന്നെ ശ്രീകൃഷ്ണ നാമസങ്കീർത്തനം കൊണ്ട് പ്രകമ്പനം ചെയ്താൽ ഭഗവാന് ജയജയാരവം മുഴക്കുന്ന സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞ് ആ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുമോ എന്ന രീതിയിലുള്ള ശബ്ദഘോഷം അവിടെ ഉണ്ടായി. അത്രക്കുണ്ടായത് ഭഗവാന്റെ ജനപ്രീതി. ലോകൈക നായകനാണ് ഭഗവാൻ. ഭഗവാന്റെ ആ ജീവിതലക്ഷ്യം തന്നെ ധർമ്മസംരക്ഷണമാണ് എന്നറിയാവുന്ന ഹസ്തനപുര വാസികൾ ഭഗവാനെ മനസ്സ് നിറയെ, കണ്ണ് നിറയെ കണ്ട് കോൾമേർ കൊണ്ട് ഭഗവാനെ സ്വീകരിക്കുകയാണ്. പറയുന്നു, തഥാച ഗതിമന്തസ്തേ വാസുദേവസ്യ വാജിന പ്രണഷ്ടഗതയോ ഭൂപൻ രാജമാർഗേ നരൈർവൃതേ. ഭഗവാനെ ഈ മനുഷ്യർ പൊതിഞ്ഞതുകൊണ്ട് ഭഗവാന്റെ ഗതിമന്ത വാജിന, ഭഗവാന്റെ ഏറ്റവും വേഗത കൂടിയ 4 കുതിരകളെ കുറിച്ച് പറഞ്ഞു. മേഘ, പുഷ്പബലാഹകന്മാരൊക്കെ. ഈ കുതിരകൾക്ക് വേഗത കുറഞ്ഞു പോയി. കാരണം എന്താണ്? ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഭഗവാന്റെ ആ വഴിയിൽ, ഭഗവാന്റെ തൊട്ട് മുന്നിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ തള്ളി നീക്കിയിട്ട് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ ഇടയിലൂടെ ഭഗവാന്റെ തേരിൻ്റെ വേഗത, കുതിരകളുടെ വേഗത കുറഞ്ഞ് വളരെ മെല്ലെ സഞ്ചരിക്കേണ്ടി വന്നു. അത്രയധികം ജനങ്ങളുടെ ജനബാഹുല്യം ആ വീതിയിലുണ്ടായി എന്നാണ് പറയുന്നത്.
അങ്ങനെ ഭഗവാൻ ധൃതരാഷ്ട്രരുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. ആ കൊട്ടാരത്തിലെ 3 കക്ഷികൾ 3 വാതിലുകൾ അല്ലെങ്കിൽ 3 മുറികൾ കടന്നിട്ടാണ് ധൃതരാഷ്ട്രയുടെ ആ സഭയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നത്. കണ്ട ഉടനെ ധൃതരാഷ്ട്ര രാജാവ് അദ്ദേഹത്തെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റു. കൃപര്, സോമദത്തൻ, ബാഹ്ലീകൻ മുതലായിട്ടുള്ള പ്രായമുള്ള വൃദ്ധന്മാരായിട്ടുള്ള കൗരവന്മാരൊക്കെ തന്നെ എഴുന്നേറ്റ് നിന്നു. ഭഗവാൻ അവിടെ ചെന്ന് ആദ്യം തന്നെ ഭീഷ്മരെ വാക്കുകൊണ്ട് പൂജിച്ചു, നമസ്കാരമൊക്കെ പറഞ്ഞു. സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വൃദ്ധന്മാരായ ആളുകളോട് അങ്ങോട്ട് ചെന്ന് നമസ്കരിക്കുക, അങ്ങോട്ട് ചെന്ന് അവരുടെ കാലിൽ നമസ്കരിക്കുക തുടങ്ങിയ മര്യാദകളാണ് അത് ഭഗവാൻ കാണിച്ചു. ധർമ്മം അനുസരിച്ചിട്ട് ഓരോരുത്തരോടും ഭഗവാൻ പെരുമാറി. അപ്പൊ വൃദ്ധന്മാരായ ആളുകൾ തന്നേക്കാൾ പ്രായമുള്ള ആളുടെ അടുത്ത് ചെന്നിട്ട് കാലിൽ നമസ്കരിച്ചിട്ട് അഭിവാദ്യം ചെയ്തിട്ട് അവരുടെ കുശലപ്രശ്നം ചെയ്യുക. പ്രായം കുറഞ്ഞ ആളുകൾ തൻ്റെ അടുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുക, അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ധർമ്മമര്യാദ. ദ്രോണര്, ബാൽഹീകൻ, ദ്രോണപുത്രനായ അശ്വത്ഥമാവ്, കൃപര്, സോമദത്തൻ, അതിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അതിൻ്റെ വ്യത്യാസവും ഉണ്ട്. ബ്രാഹ്മണരെ അങ്ങ് ചെന്ന് നമസ്കരിക്കണം എന്നാണ്. ഇവരെയൊക്കെ നമസ്കരിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞതനുസരിച്ച് ശുദ്ധവും തിളങ്ങുന്നതുമായ മഹത്തായ സിംഹാസനം ഭഗവാൻ അവിടെ നീക്കിയിട്ടുണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞപ്പോൾ ഭഗവാൻ അതിലിരുന്നു. മധുപർക്കം, ഉദകം മുതലായ കാര്യങ്ങൾ, പൂജ എന്നിവ കൊണ്ടുള്ള പൂജ ഭഗവാൻ സ്വീകരിച്ചു. നേരത്തെ വിതുരർ പറഞ്ഞിരുന്നു ആ പൂജ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എല്ലാ കൗരവന്മാരോടും ചിരിച്ച് സൗഹാർദ്ദപൂർണമായിട്ട് ഭഗവാൻ പെരുമാറി. ആർക്കും ഒരു മനസ്സിന് വിഷമമില്ലാത്ത രീതിയിൽ പെരുമാറി. എന്നിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് നേരെ വിതുരരുടെ ഭവനത്തിലേക്കായിരുന്നു. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായ വിതുരരുടെ ഗൃഹത്തിലേക്ക് ചെന്നു. വിതുരർ അദ്ദേഹത്തെ വിധിപ്രകാരം പൂജിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, യാമേ പ്രീതി പുഷ്കരാക്ഷ ത്വദ്ദർശന സമുദ്ഭവ സാഖിമാഖ്യായത്തെ തുഭ്യം അന്തരാത്മാസി ദേഹിനാം. ഹേ കൃഷ്ണ, പുഷ്കരാക്ഷ, താമരക്കണ്ണനായ അല്ലയോ കൃഷ്ണ, അങ്ങയുടെ ഈ ദർശനം കൊണ്ട് എനിക്കുണ്ടായ അനുഭവം എങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കുക എന്നറിയില്ല. അങ്ങ് സകല മനുഷ്യരുടെയും പ്രാണികളുടെയും പ്രാണിജാലത്തിൻ്റെയും മുഴുവനും അങ്ങ് അന്തരാത്മാവാണല്ലോ, എല്ലാവരുടെയും ഉള്ളിൽ കഴിയുന്നവനാണ്. ആത്മസ്വരൂപനായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യദൃശ്യം നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ആനന്ദദായകമാണ്, അനുഭൂതി വിശേഷമാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആനന്ദം അങ്ങനെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പാണ്ഡവന്മാരെക്കുറിച്ചുള്ള കുശലപ്രശ്നം ചെയ്തു. ഭഗവാൻ അവരുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്നതിൻ്റെ ഉദ്ദേശ്യം പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഭഗവാൻ ആ കുന്തിദേവിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. വിതുരരുടെ ഗൃഹത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന കുന്തിദേവിയെ ചെന്ന് കാണുകയാണ്. കുന്തി ഭഗവാനെ കണ്ഠാശ്ലേഷം ചെയ്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. കണ്ഠേ ഗൃഹീത്വാ പ്രാക്രോശ സ്മരന്തി തനയാൻ പ്രധാ. തൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് കുന്തിദേവി ഭഗവാനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഉറക്കെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ, അച്ഛനില്ലാത്ത മക്കൾ, താൻ അവരെ ലാളിച്ചു വളർത്തി. അവർ ധർമ്മം അനുസരിച്ച് മാത്രമാണ് ജീവിച്ചിരുന്നത്. പക്ഷെ എന്നിട്ടും അവർ ചതിക്കപ്പെട്ടു. കള്ളച്ചൂതിൽ അവർ ചതിക്കപ്പെട്ടു. കാട് കയറേണ്ടി വന്നു, കൊടുങ്കാട്ടിൽ കഴിയേണ്ടി വന്നു. സുഖാർഹരാണ്, സുഖം അനുഭവിക്കാൻ വേണ്ടി ആണ് ക്ഷത്രിയന്മാർ ജീവിക്കുന്നത്. പക്ഷേ ആ സുഖാർഹന്മാരായ അവർ ദുഃഖം മാത്രം അനുഭവിച്ച് 10, 13, 14 കൊല്ലം ഞാൻ അവരെ കാണാതെ വേർപിരിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും 5 പാണ്ഡവന്മാരുടെയും പ്രത്യേകമായ ഗുണങ്ങൾ കുന്തിദേവി അവിടെ വർണ്ണിക്കുന്നുണ്ട്. വിസ്താരഭയം കൊണ്ട് ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച കാര്യങ്ങളാണ്. ഒടുവിൽ പാഞ്ചാലിയെക്കുറിച്ച് പറഞ്ഞു, ഏകവസ്ത്രയായ എൻ്റെ പുത്രവധുവിനെ സഭയിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അപമാനിച്ചത് ഭഗവാനെ ഓർമ്മയില്ലേ? അതൊരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. മറ്റെല്ലാ ദുഃഖവും ഞാൻ ക്ഷമിക്കാം, സഹിക്കാം. പക്ഷെ ആ ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ, ആ ദുര്യോധനാദി കൗരവന്മാരുടെ കൂട്ടത്തിൽ വിഭിന്നനായിട്ട് ഒരു മഹാത്മാവുണ്ട്, വിതുരര്. വിതുരരെക്കുറിച്ച് പറയുമ്പോൾ വൃത്തേന ഹി ഭവത്യാര്യോ എന്ന ധനേന എന്ന വിദ്യയാ. അത് ലോക തത്വമാണ് കുന്തിദേവി പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. വൃത്തേന ഹി ഭവത്യാരോ എന്ന ധനേന എന്ന വിദ്യയാ. വൃത്തം കൊണ്ട്, സ്വഭാവശുദ്ധി കൊണ്ടാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനായി തീരുന്നത്. ധനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അല്ല. ജ്ഞാനവും ധനവും ഭീഷ്മർക്ക്, കൃപർക്ക്, ദ്രോണർക്ക്, ധൃതരാഷ്ട്രർക്കൊക്കെ ഇവർക്കൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ അവർക്കില്ലാതെ പോയത് എന്താണ്? വൃത്തമാണ്, സ്വഭാവശുദ്ധിയാണ്, ചാരിത്രശുദ്ധിയാണ്. അതാണ് മനുഷ്യനെ മഹാനാക്കുന്നത്. അത് വിതുരർക്ക് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ എൻ്റെ കഷ്ടതകൾക്ക് ഞാൻ ദുര്യോധനനെയോ
അല്ലെങ്കിൽ എന്നെ തന്നെയോ ഞാൻ നിന്ദിക്കുന്നില്ല. ആരെയാണ് എൻ്റെ കഷ്ടതകൾക്ക് ദുഃഖത്തിൽ ഞാൻ നിന്ദിക്കുന്നത് എന്ന് വെച്ചാൽ കുന്തിദേവി തൻ്റെ ചരിത്രം പറയുകയാണ്. പിതരം തേവഗർഹേയം നാത്മാനം ന സുയോധനം ഏനാകം കുന്തിഭോജായ ധനം വൃത്തൈര്യവാർപ്പിത. തൻ്റെ ബാല്യകാലം ചെറിയ കുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുന്തിദേവി യാദവ കന്യകയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായ ശൂരസേനന്റെ മകളായിരുന്നു. തൻ്റെ മകളെ ശൂരസേനൻ എന്തു ചെയ്തു? തൻ്റെ സുഹൃത്തായ കുന്തിഭോജൻ എന്ന യാദവ രാജാവിന് ദാനം ചെയ്യുകയായിരുന്നു. കന്യാദാനമല്ല, അത് വിവാഹം ആയിട്ട് ചെയ്തതല്ല. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ദത്ത് പുത്രിയായിട്ട് കൊടുക്കുകയാണ്. നിനക്ക് മക്കളില്ലേ, എന്നാൽ എൻ്റെ മകളെ നീ എടുത്തോളൂ. സമ്മാനം കൊടുക്കുന്നത് പോലെ കുന്തിയെ സമ്മാനിച്ചു. ധനം വൃത്തൈര്യവാർപ്പിത. നല്ല തൻ്റെ സ്വഭാവശുദ്ധിയും തൻ്റെ ധർമ്മബോധവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന വണ്ണമാണ് എൻ്റെ അച്ഛനായ ശൂരസേനൻ എന്നെ കുന്തിഭോജന് ദത്തായിട്ട് കൊടുത്തത്. നമുക്കറിയാമല്ലോ അവിടെ കുന്തിദേവി എന്തൊക്കെ അനുഭവിച്ചു. ആ ദുഃഖം അനുഭവിച്ച സുഖമായിട്ട് ജീവിച്ചു എന്ന് തോന്നും. പക്ഷേ കുന്തിദേവി ആ കർണന്റെ ചരിത്രം പറയുന്നിടത്ത് അവിടെ നമുക്ക് വ്യാസൻ കാണിച്ചു തരുന്നുണ്ട്. കുന്തിഭോജൻ ദുർവാസാവിനെ സേവിക്കാൻ വേണ്ടിയിട്ട് കുന്തിയെ പറഞ്ഞയച്ചത് തന്നെ ദുർവാസാവ് ശപിച്ച് തൻ്റെ കുലം മുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ദുർവാസാവിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രായപൂർത്തിയാകാത്ത കന്യകയായ കൊച്ചുകുട്ടിയായ ബാലികയായ കുന്തിയെ പറഞ്ഞയക്കുകയാണ്. കുന്തി തൻ്റെ അച്ഛൻ, താൻ ഈ കുന്തിഭോജന്റെ അടിമയാണ്, കുന്തിഭോജൻ പറഞ്ഞത് അനുസരിക്കാൻ ബാധ്യതയുണ്ട്, തൻ്റെ രക്ഷിതാവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കുന്തിദേവി ഭയത്തോടു കൂടി ആ ദുർവാസാവിനെ സേവിക്കാൻ പോയത്. ആ ദുർവാസാവിനെ വേണ്ട വിധം ശുശ്രൂഷിച്ചിട്ട് ഒടുവിൽ കിട്ടിയത് വരമാണെങ്കിലും ആ വരം എന്തായി തീർന്നു? സ്വന്തം ചാരിത്രശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിൽ അവിവാഹിതയായ ബാലികയായ അകാലത്ത് ഗർഭം ധരിച്ച് അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെ, നമ്മൾ ഇന്ന് പറയാറുണ്ട്. ആവശ്യമില്ലാത്ത ഗർഭം, തനിക്ക് ആഗ്രഹമില്ലാത്ത സമയത്തും കാലത്തും സന്ദർഭത്തിലും ഭർത്താവില്ലാതെ ഗർഭം ധരിക്കുന്നത് ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം എത്ര ദുഃഖകരമാണ്. കുന്തിദേവിയുടെ ഈ വേദനയെ നമ്മൾ ആരും മനസ്സാക്കാറില്ല. കർണൻ അനാഥനായിട്ട് വളർന്നു. കർണനെ ഉപേക്ഷിച്ച കുന്തി ഒരു ദുഷ്ടസ്ത്രീയായിട്ട് പല നിരൂപകന്മാരും പറയാറുണ്ട്. പല വേദികളിൽ ഞാനത് അത്ര രീതിയിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കുന്തിദേവിയുടെ പ്രായം എത്രയായിരുന്നു? പ്രായപൂർത്തിയാകാത്ത ബാലികയായിട്ട് ഇവിടെ പറയുന്നു. ബാലാം ആം ആര്യകസ്തുഭ്യം ക്രീഡന്തീം കന്തുഹസ്തികാം അതാത്തു കുന്തിഭോജായ സഖാ സഖ്യേ മഹാത്മേ. കുന്തിഭോജൻ ഒരു മഹാത്മാവാണ്, അതിൽ സംശയമൊന്നുമില്ല, മഹാത്മാവായിട്ട് തന്നെ പറയുന്നു. പക്ഷേ ആര്യകസ്തുഭ്യം, നിന്റെ പിതാമഹൻ അല്ലയോ ശ്രീകൃഷ്ണ, അങ്ങയുടെ പിതാമഹനായ ശൂരസേനൻ ചെയ്ത കാര്യമെന്തായിരുന്നു? ക്രീഡന്തീം കന്തുഹസ്തികാം, ഞാൻ പന്തുരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെയാണ്, പെൺകുഞ്ഞിനെയാണ് തൻ്റെ സുഹൃത്തായ മഹാത്മാവായ ആ കുന്തിഭോജന് ദാനമായിട്ട് ദത്തുപുത്രിയായിട്ട് കൊടുത്തത്. ഒന്നും അറിയില്ല, നിഷ്കളങ്കമായിട്ട് ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ പന്തുരുട്ടി കളിക്കുന്ന പ്രായം എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാകും? 4-5 വയസ്സുള്ള ആ സമയത്താണ് സാഹം പിത്രാച നികൃത ശുശുരൈശ്ച പരന്തപ അത്യന്ത ദുഃഖിത കൃഷ്ണ കിം ജീവിതഫലം മമ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ എന്നെ വഞ്ചിച്ചു. ചെറിയ പ്രായത്തിൽ എന്നെ അവിടുന്ന് എന്താണ്, അച്ഛനെ ഉപേക്ഷിക്കുകയല്ലേ, മറ്റൊരാൾക്ക് ദാനം ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഉപേക്ഷിച്ചു എന്നാണ്. അച്ഛനാൽ ഉപേക്ഷിതയായി തീർന്നു ഞാൻ. ഇവിടെ ശുശുരൻ ഭർതൃഗൃഹത്തിൽ വന്നപ്പോൾ എൻ്റെ ഭർതൃപിതാവും എന്നെ വഞ്ചിച്ചു, എന്നെ നിഷ്കാസനം ചെയ്തു. എൻ്റെ മക്കളെ അവിടെ ഇറക്കി കാട്ടിലേക്ക് ഓടിക്കുകയാണ് ചെയ്തത്. രണ്ടിടങ്ങളിലും എനിക്ക് ദുഃഖമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദാനം ചെയ്യപ്പെട്ട കന്യക, ദത്തയായ ഒരു കന്യക അനുഭവിച്ച ദുഃഖം എന്താണ് എന്ന് കുന്തിദേവിയോട് പറയുകയാണ്. കർണൻ താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ദുഃഖം അനുഭവിച്ചതായിട്ട് വ്യാസൻ മഹാഭാരതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. കർണനെ വളരെ അഭിമാനത്തോടു കൂടി അതിരഥൻ എന്ന സാരഥിയുടെ സൂതന്റെ മകനായിട്ട് എല്ലാ സുഖത്തോടും കൂടി ജീവിച്ച് ധാരാളം വിവാഹം ചെയ്ത് എല്ലാ ബ്രാഹ്മണോചിതമായ ഈ ദ്വിജ കർമ്മങ്ങൾ സംസ്കാരങ്ങളൊക്കെ ചെയ്യപ്പെട്ട് വേദാധ്യയനം ചെയ്ത് ധനുർവേദം അഭ്യസിച്ച് ഒരു ക്ഷത്രിയനായിട്ട് തന്നെ വളർന്ന് യാഗങ്ങൾ ചെയ്ത് എല്ലാ രീതിയിലും ഒരു രാജാവ് ചെയ്യേണ്ടതായ രാജാധികാരവും കിട്ടി എല്ലാ തരത്തിലും പൂർണ്ണതയോട് കൂടിയിട്ട് ജീവിച്ചു എന്ന് കർണൻ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പലയിടങ്ങളിലും. പക്ഷെ കുന്തിദേവി അനുഭവിച്ച ദുഃഖം, അപ്പോൾ കുന്തിദേവി തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് കുന്തിയെ നമ്മൾ പഴിക്കുന്നത്. അതും ഒരു സ്ത്രീ, ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു ബാലികക്കുണ്ടായ ജീവിത ദുഃഖം എന്താണ് എന്ന് കുന്തിദേവി തന്നെ ഇവിടെ പറയുമ്പോൾ മഹാഭാരതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കുന്തി എന്ന് പറയുന്ന ഈ നിസ്സഹായയായ ഈ സ്ത്രീയുടെ ദുഃഖത്തെ നമ്മൾ തിരിച്ചറിയണം.
അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് നമ്മൾ മഹാഭാരത ആസ്വാദനത്തിന്റെ ഭാഗമായിട്ട് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് തൻ്റെ ജീവിത ദുഃഖങ്ങൾ പറഞ്ഞും തൻ്റെ മക്കൾക്ക് വന്നു ചേർന്ന വലിയ നിർഭാഗ്യങ്ങളും ദുഃഖാനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വിലപിക്കുമ്പോൾ എങ്ങനെയാണ് ഭഗവാൻ കുന്തിദേവിയെ ആശ്വസിപ്പിച്ചത്, എന്താണ് മറുപടി പറഞ്ഞത് എന്നും നമ്മൾ വളരെ കൗതുകപൂർവ്വം കേൾക്കേണ്ടതാണ്. തുടർന്നുള്ള അവരുടെ സംഭാഷണം നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം.